ഇന്ന് ഞാൻ മോദിയുടെ പ്രസംഗം കുറച്ചൊക്കെ കേട്ടു. അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് എഴുതി തയ്യാറാക്കിയ പ്രസംഗമാണ്. 2 സൈഡിൽ പ്രോംപ്റ്റർ വെച്ചിട്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അപ്പോൾ അതിൽ കൃത്യമായി മലയാളം വാക്കുകൾ കൃത്യമായി കൊണ്ടുവരിക. അതൊക്കെ മോദിയുടെ ഒരു ഗിമിക്കാണ്. എല്ലായിടത്തും ചെന്നാലും അദ്ദേഹം അങ്ങനെയാണ്. തമിഴ്നാട്ടിൽ ചെന്നാൽ തമിഴിൽ പ്രസംഗിക്കുക. അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. കുറേ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ വനിതാ സംവരണ ബില്ല് അത് ഇതൊക്കെ പറഞ്ഞു. ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു അതിൽ എഴുതി കൊടുത്തയാൾക്ക് പറ്റി മിസ്റ്റേക്കാണ്. അത് കേരളത്തിലാണ് പ്രസംഗിക്കുന്നത് അറിയില്ലായിരുന്നു. കുറഞ്ഞ വിലയ്ക്ക് ഗ്യാസ് ലഭിക്കും, അത് മോദിയുടെ ഗ്യാരണ്ടി. ഇത് കേൾക്കുന്ന സ്ത്രീകളൊക്കെ അടുപ്പ് കത്തിക്കുന്നവരാണല്ലോ. മിക്കവാറും സ്ത്രീകളായിരിക്കും പൈസ കൊടുത്ത് സിലിണ്ടർ വാങ്ങുന്നുണ്ടാവും. അപ്പം ഇത് മൂപ്പര് മറന്നുപോയി. അപ്പോൾ ഇത് എന്താണ്, ഇത് തർജ്ജമ ചെയ്യുന്ന വി മുരളീധരനും അതങ്ങനെ തന്നെ പറയാണ്. അതങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നാൻജി അമ്മയ്ക്ക് ദേശീയ അവാർഡ് കൊടുക്കാൻ എനിക്ക് സൗഭാഗ്യമുണ്ടായി എന്നാണ് ശരിക്കും മോദി പ്രസംഗിക്കുന്നത്. പക്ഷേ വി മുരളീധരൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നാൻജി അമ്മയ്ക്ക് ഞങ്ങളാണ് ദേശീയ അവാർഡ് കൊടുത്തത് എന്നാണ് പ്രശ്നം. അത് വി മുരളീധരൻ്റെ പ്രശ്നമാണ്. ഇത് എഴുതി കൊടുത്തയാൾ കൃത്യമായിട്ട് എഴുതി കൊടുത്താണ്.